ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 13 വാർഡുകളിലായി നടന്ന സർവേയുടെ അടിസ്ഥാനത്തിലും ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെയുമാണ് റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടത്. സ്ത്രീ ചരിത്രത്തിൽ തുടങ്ങി വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം, ബാധ്യതകൾ, ലൈംഗികത, സ്ത്രീ പീഡന കേസുകൾ, പൊതു ഇടങ്ങളിലെ പങ്ക് എന്നിങ്ങനെ പോകുന്നു സർവേ ഫലങ്ങൾ. സ്ത്രീ ശാക്തീകരണ പദ്ധതിയിൽ ഇനി പഞ്ചായത്തിന്റെ സഹായവും ശ്രദ്ധയും പതിയേണ്ട സ്ഥലങ്ങൾ തിരിച്ചറിയുവാൻ ഈ റിപ്പോർട്ട് ഏറെ സഹായകമാകും. ഇനി ജൂറിയിലേക്ക്. പ്രസാദ് സർ. ടീച്ചറുടെ പഞ്ചായത്തിലെ ചെണ്ടമേളം എത്ര ആണ് അതിന്റെ റേറ്റ്? അത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ കൂടും. അല്ല എങ്കിലും ഇന്റർ സ്റ്റേറ്റ് ആണെങ്കിൽ അവരിപ്പോ 7000 രൂപയ്ക്ക് പോകുന്നത്. 7000 രൂപ മതി. അതായത് അടുത്തടുത്തൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ. പിന്നെ അവർ ഫീസ് അരമണിക്കൂർ, അങ്ങനെ ഇതിന്റെ ഒരു സമയപരിധിയും ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ വെച്ചാൽ അതിന്റെ റേറ്റ് വ്യത്യാസമുണ്ട്. എന്നാലും ഒരു മിനിമം പെർഫോമൻസ് ടൈം ഉണ്ടാവുമല്ലോ. മിനിമം പെർഫോമൻസ് ഒരു 3000 രൂപയ്ക്ക് ചെയ്യും അവർ. അതിന്റെ പ്രത്യേകത തീരെ സാധാരണക്കാരായ സ്ത്രീകളാണ് നിങ്ങൾ. അവരുടെ വീട്ടിൽ നിന്ന് പഞ്ചായത്തിന്റെ ടൗണിലേക്ക് വല്ല ഷോപ്പിങ്ങിന് വന്നിട്ടുള്ള അനുഭവം എവിടെയെങ്കിലും തൊഴിൽ സ്ഥലങ്ങളിൽ പണിയെടുത്തപ്പോൾ പരിചയം മാത്രമുള്ള സ്ത്രീകളാണ്. ഭക്ഷ്യ സുരക്ഷയും സ്ത്രീ ശാസ്ത്രീകരണവും കൂടി ചേർത്തിട്ടാണ് നമ്മുടെ ആദ്യത്തെ സുസ്ഥിര വികസനത്തിന് കൊടുത്തിട്ടുള്ള പദ്ധതി. അതിൽ ഭക്ഷ്യസുരക്ഷയിൽ ഇവിടെ നെൽകൃഷി, പന്നി വളർത്തൽ, പൈനാപ്പിൾ നെൽകൃഷി ചെയ്തിരുന്നിടത്താണോ? അല്ലല്ല അല്ലല്ല, ആദ്യത്തെ വിളയായിട്ട് ചെയ്യും റബ്ബർ വെച്ചത്. അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ലീസിനെടുത്താ ചെയ്യുന്നവര് 3 വർഷത്തേക്കൊക്കെ. എന്നിട്ട് അവരെ എവിടെ കൊടുക്കും? അവരവിടെ പൈനാപ്പിൾ ഇഷ്ടം പോലെ ചിലവല്ല, അവിടെ വന്നു കൊണ്ടുപോയിക്കോളും. മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അയണിങ് യൂണിറ്റ് അങ്ങനെയുള്ളതൊക്കെ വേണ്ടത്ര സ്വയം തൊഴിൽ ചെയ്യുന്ന ഗ്രൂപ്പുകൾ ഇനിയും വേണമല്ലോ. ഉണ്ടോ? എല്ലാ വാർഡുകളിലും ഓരോ കുടുംബശ്രീയുടെ കീഴിൽ ചെറിയ ചെറിയ ഈ കൃഷി സ്ഥലങ്ങളുണ്ട്. ആട് വളർത്തൽ കുറച്ച് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ വീടുകൾ ഇല്ലാത്തവരുടെ എണ്ണം അതിപ്പോ സമ്പൂർണ്ണ ഈ EMS ഭവന പദ്ധതിയിൽ നമ്മൾ EMS പദ്ധതി വരുമ്പോൾ അത് പൂജ്യമാവണ്ടേ? 65 വീട് ഞങ്ങൾ കഴിഞ്ഞ വർഷം കൊടുത്തു. 13 വാർഡിലായി 8 വീടുകൾ വെച്ച്. അതിനിപ്പോ പൈസ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുക. അതിനു മുൻപ് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് 128 വീട് ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ കൊടുത്തു, ഹഡ്കോയുടെ സഹായത്തോടു കൂടി. ഏതാണ്ട് ഇപ്പോഴും 346 ആൾക്ക് വീടില്ല. ഇല്ല, വീടില്ല. അത് നമ്മൾ ഈ പദ്ധതി പെടുത്തിയിട്ടുണ്ട്, ഈ EMS ഭവന പദ്ധതിയിൽ. ഈ പദ്ധതി കഴിയുമ്പോൾ പൂജ്യമാവും, പൂർണ്ണമാകും എന്നാണ് നമ്മുടെ വിശ്വാസം. അല്ല അത് കൂടിക്കൂടി വരൂലേ, വീടുകളുടെ എണ്ണം കൂടിക്കൂടി വരൂലേ. കാരണം 4 മക്കളുള്ള ഒരു തറവാട്ടിൽ ഒരാൾക്കല്ലേ വീട് കൊടുക്കുള്ളൂ. ഒരു റേഷൻ കാർഡ് ഒരു വീടല്ലേ ഇപ്പൊ കൊടുക്കുന്നത്. ആ 4 മക്കൾ മാറി താമസിക്കാൻ അടുത്തല്ല വീണ്ടും വീടിന്റെ എണ്ണം കൂടൂലേ? വീടിന്റെ എണ്ണം കുറയില്ലല്ലോ. ഈ 346 പേർക്കും വീട് കൊടുത്താൽ ഈ കാലയളവിൽ തീരും, നമ്മൾ ലക്ഷ്യമിട്ടത് തീരും. പിന്നെ വീഡിയോ അവസാനിപ്പിച്ചെടുത്തുനിന്ന് തുടങ്ങാണ്. അതില് പറയുന്നുണ്ടല്ലോ സ്ത്രീ പദവി പഠനം നടത്തി, അപ്പൊ അതിൽ നിന്ന് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമെന്ന്. അപ്പൊ ഇനിയിപ്പോ എന്താണ് ചെയ്യാനുള്ളത്? സ്ത്രീ പദവി പഠനം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. കോളനി ഭാഗത്തുള്ള ഈ കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്, മാനസിക പ്രശ്നങ്ങളുണ്ട്. അവർക്കൊരു കൗൺസിലിംഗ് സെന്ററൊക്കെ വെച്ച് കൗൺസിലിംഗ് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഒരുമാതിരി സെക്കൻഡ് ക്ലാസ്, ലോ ക്ലാസ് അല്ല, സെക്കൻഡ് ക്ലാസ് രീതിയിലുള്ള സ്ത്രീകളുടെ ഇടയിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, വെളി പറയാത്ത പ്രശ്നങ്ങൾ. അതിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് പിന്നെ ചികിത്സിക്കുന്നുണ്ട്. അത് ഈ കുമ്പസാര രഹസ്യം പോലെ ഞങ്ങൾ സൂക്ഷിച്ചേക്കുക, ഇല്ലെങ്കിൽ അവർ പറയല. പിന്നെ വേറൊരു പ്രശ്നം, അവിടെ ഈ തൊഴിൽജന്യ രോഗങ്ങളുണ്ട്. അപ്പോൾ ആ തൊഴിലിൽ നിന്ന് അവരെ മാറ്റി ബോധവൽക്കരണം നടത്തി അവർക്ക് വേറൊരു സ്ഥലം ഇതിനായി ഉണ്ടാക്കി കൊടുക്കാനുള്ള ഉപദേശം, അതിനൊരു കൗൺസിലിംഗ് സെന്റർ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം. പിന്നെ ഒന്ന് ചോദിക്കാനുള്ളത്, ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള സാമൂഹിക സമ്മർദ്ദമോ അങ്ങനെ എന്തെങ്കിലും അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ട്. അതായത് ചില കേസുകൾ നമ്മൾ പിടിച്ച് പഞ്ചായത്തിൽ അതിൻ്റെ റിപ്പോർട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവിടെ വെച്ച് ചിലപ്പോൾ അത് കട്ട് ചെയ്യും. ഇനി ഇത് വേണ്ട, ഇത് കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്ത അവസരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഏതാണ്ട് 30ഓളം കേസുകൾ അവിടെ തന്നെ വെച്ച് നമ്മൾ തീർത്തു വിട്ടിട്ടുണ്ട്. കൂത്താട്ടുകുളം വളരെ ധീരന്മാരായ പുരുഷന്മാരുടെയും അതിലേറെ ധീരയായ വനിതകളുടെയും, കൂത്താട്ടുകുളം മേരിയൊക്കെ പോലെയുള്ള വനിതകളുടെയും നാടാണ്.
പിന്നെ ടീച്ചറിനെ പോലെ ഊർജ്ജസ്വലയായ ഒരു വനിതാ പ്രസിഡന്റും കൂടെ വന്നുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. ഈ പഞ്ചായത്തിൽ സ്ത്രീ ശാക്തീകരണ പരിപാടികൾ മാത്രമേ ഉള്ളൂ? അല്ലല്ല, എല്ലാ സമസ്ത മേഖലയിൽ ഞങ്ങൾ ടച്ച് ചെയ്തുള്ള പരിപാടി ഉള്ളതാണ്. തീർച്ചയായിട്ടും സ്പെഷ്യലൈസ് ചെയ്തു. തീർച്ചയായിട്ടും അല്ല, കുടിവെള്ളം ഞങ്ങൾ 100% എല്ലാ വാർഡിലും കുടിവെള്ളം എത്തിച്ചു. ഈ വർഷം ഒരു ഇതും കൂടെ കഴിഞ്ഞാൽ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയ പഞ്ചായത്തായി മാറും ഞങ്ങളുടെ. തീർച്ചയായിട്ടും അത് തമാശയായിട്ട് ചോദിച്ചതാണ്. വളരെ വളരെ ഗംഭീരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അടുത്ത സ്റ്റേജിലേക്ക് കുറച്ചുകൂടി കൂടുതൽ വരുമാനം കിട്ടുന്നതും കൂടുതൽ അവരുടെ സ്കിൽസ് ഉപയോഗിക്കപ്പെടുന്നതും കൂടുതൽ സ്കിൽ അവർക്ക് തന്നെ സ്വയം ആർജിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള അടുത്ത ഘട്ടത്തിലേക്ക്, താഴെ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക്, ചിലപ്പോൾ കൂത്താട്ടുകുളത്തിലായിരിക്കും ആദ്യത്തെ ചുവട് വയ്ക്കാൻ പറ്റുന്നത്. അങ്ങനെ എന്തെങ്കിലും ആലോചനയെങ്കിലും ഉണ്ടോ? അത് അവർക്ക് ഒരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. ഇപ്പം തന്നെയൊക്കെ ചെയ്യാം. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് ഈ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിച്ച് തുണി കഴുകുകയൊക്കെ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അത് അവരുടെ വീട്ടിലുള്ളവർ സമ്മതിക്കുന്നില്ല. അതെന്താണ്? അതായത് നമ്മൾ പ്രോജക്റ്റ് വെച്ചാലും ഈ അങ്ങനെ വരുമ്പോൾ അവർ ഈ വീട്ടിലുള്ളവർ പറയുന്നതാണ്, ഹസ്ബൻഡും പ്രായപൂർത്തിയായ ആൺകുട്ടികളും അവരോട് പറയും, അത്ര വലിയ വിപുലമായ പരിപാടിയിലേക്ക് പോകണ്ട, അങ്ങനെ സ്ത്രീകൾ പോകേണ്ട ആവശ്യമില്ല, ഇതൊക്കെ കൊണ്ട് തൃപ്തിപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് അത് ഞാൻ കഴിഞ്ഞ ദിവസം അവരോട് പറഞ്ഞു, അടുത്ത പ്രോജക്റ്റ് 11ാം പദ്ധതി നമ്മൾ വെക്കാൻ പോവാണ്, നിങ്ങൾക്ക് ഘടക പദ്ധതിയിൽ എന്താ വെക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു നല്ല പരിപാടി ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ പൊന്നു ടീച്ചറെ, വീട്ടിൽ ചേട്ടൻ സമ്മതിക്കില്ല, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? പക്ഷേ കൂത്താട്ടുകുളത്തെ സ്ത്രീകൾ അതങ്ങനെ വെറുതെ അംഗീകരിച്ചു? വെറുതെ അംഗീകരിക്കുന്നില്ല. പക്ഷെ ഈ ചേട്ടന് ഇവരോളം ഉയർച്ച വന്നിട്ടില്ല. പിന്നെ എങ്ങനെ അവര് പറയും? സ്ത്രീയുടെ ശാക്തീകരണം ആ പുരുഷന് കിട്ടിയിട്ടില്ല, അതാണ് കുഴപ്പമുള്ളത്. ശരി, അപ്പൊ അതിനൊരു പ്രത്യേക പദ്ധതി, അതെ, അവർക്ക് പ്രത്യേക പദ്ധതി വെച്ച് നോക്കണം. പുരുഷനെ ബോധവൽക്കരിക്കാനോ? അല്ല സാർ, ഇവരുടെയൊക്കെ പുരുഷന്മാർക്ക് വേറെ പദവി പഠന പദ്ധതി നമ്മൾ വെക്കണം. ഈ ശിങ്കാരി മേളത്തിന് വിദേശത്തൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അവരോട് വിദേശത്തു നിന്ന് ഇപ്പം അവർക്ക് ഓഫർ വരുന്നുണ്ട്. ഇത് ഈ ചേട്ടന്മാരെ സമ്മതിക്കുമോ? ഈ ചേട്ടന്മാരെ ഒരു വിഗ്രഹമാണ്, ഇതിലൊക്കെ പോണപോലെ അവരെ പറഞ്ഞു വിടാനൊക്കെ അവർക്കൊരു മടിയുണ്ട്. പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഓഫറൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. ഒന്ന് ഈ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം സ്ത്രീകളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് പറയുന്നത്. അവിടെ പുരുഷന്മാർക്കോ കുട്ടികൾക്കോ യാതൊരു ചുമതലയില്ലേ? അതെ, അത് അങ്ങനെയല്ല. ഞങ്ങൾ സ്ത്രീകളിൽ കൂടി എത്രമാത്രം ഈ ഭക്ഷ്യസുരക്ഷ വരുത്താം, മറ്റത് അവർക്ക് വിട്ടുകൊടുത്തേക്കുക. ഏത് പുരുഷന്മാർക്ക് അതേ വീടുകളിൽ ഇതൊരു അധിക വരുമാനമായിട്ട് അല്ലെങ്കിൽ ഒരു അധിക സുരക്ഷയായിട്ടാണ് നമ്മൾ സ്ത്രീകൾ കൂടി ഇത് കണ്ടേക്കുന്നത്. പക്ഷെ അതൊന്നും പുരുഷന്മാരൊരു അവസരമായിട്ട് കാണത്തില്ലേ? സ്ത്രീകൾ എന്തായാലും ഭക്ഷണവും കൊണ്ടുവരും, കാര്യങ്ങൾ നടക്കും, അന്നേരം അവർക്ക് വെറുതെ ഇരിക്കാം എന്നുള്ളൊരു തോന്നലുണ്ടാവില്ലേ? അത് അല്ലെങ്കിൽ തന്നെ ഇപ്പൊ അങ്ങനെ ഇല്ലേ? ഇതിനൊന്നും പോയില്ലെങ്കിൽ പോലും ആ ഒരു പരിസ്ഥിതിയിലേക്ക് വരുന്നവരില്ലേ? സ്ത്രീകളുടെ മാത്രം പ്രശ്നമായിട്ട് വരുന്നുണ്ടല്ലോ. പിന്നെ ഒന്നുകൂടെ ഉള്ള ഈ ശൃംഗാരി മേളയ്ക്ക് പോപ്പം സ്ത്രീകൾ പോപ്പില് കൂടെ ഭർത്താക്കന്മാരും ഉണ്ടാവുമോ? ആരും പോകാറില്ല. ഇല്ല. ആദ്യമൊക്കെ അവരൊന്ന് പോകാൻ ശ്രമിച്ചപ്പോ ഞാൻ പറഞ്ഞു, അതൊന്നും വേണ്ട, ഭർത്താക്കന്മാരൊന്നും ഇതിൽ ഇടപെട്ട സംഗതി ശരിയാവില്ല, ഇത് ചെയ്യാനുള്ള കഴിവ് അവർക്ക് തന്നെയുണ്ട്, അവർക്ക് കഴിവുണ്ടാകുക എന്നുള്ളതാണ് ആവശ്യം. അന്നേരം അന്യ സംസ്ഥാനങ്ങളിൽ പോകാനെല്ലാം സമ്മതം കൊടുക്കും. അതൊക്കെ ഇവര് സമ്മതമൊക്കെ കൊടുത്ത് ഇവര് പോയി തുടങ്ങി, ഇവര് ആ ശാക്തീകരണത്തിലേക്ക് വന്നു. ടീച്ചറെ, വളരെ പ്രശംസനീയമായ പ്രവർത്തനമാണ് നടക്കുന്നത്. ഫണ്ട് വിനിയോഗത്തിൽ 100% വനിതാ ഘടകപദ്ധതി, ഞാൻ ഇതുവരെയും ഒരു പഞ്ചായത്തിൽ 100% വനിതാ ഘടകപദ്ധതിക്ക് വേണ്ടി ഫണ്ട് ചെലവാക്കുന്ന കണ്ടിട്ടില്ല. അത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ നേരത്തെ പല കാര്യങ്ങളും പറഞ്ഞു, എങ്കിലും എനിക്ക് തോന്നിയ 1-2 കാര്യങ്ങൾ ഈ പ്രത്യേകിച്ച് തൊഴിൽജന്യ രോഗങ്ങൾ നേരത്തെ എന്ത് തരമുള്ള തൊഴിൽജന്യ രോഗം? അതായത് ഈ ടെക്സ്റ്റൈൽസുകളിൽ നിൽക്കുന്ന കുട്ടികളുണ്ട്, ആ കുട്ടികളുടെ FGD ഞങ്ങൾ നടത്തിയപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഈ ശ്വാസമുട്ടലൊക്കെ ഉണ്ട്. പിന്നെ ഈ വാർക്കപ്പണിക്ക് പോകുന്ന സ്ത്രീകളുണ്ട്, അവരുടെ കാലയിൽ കാര്യം ഈ ഗ്ലൗസൊക്കെ ഇട്ടാണെങ്കിൽ പോലും കാലും കയ്യും എല്ലാം ഈ സിമെൻ്റൊക്കെ പൊട്ടി കാലൊക്കെ പൊട്ടി മോശമായിട്ടിരിക്കുക. അപ്പം അതുപോലെ തന്നെ ഈ ഫാമിലൊക്കെ പണിയെടുക്കുന്ന സ്ത്രീകളുടെ കയ്യിലും പശുവിനെ കറക്കുമ്പോഴൊക്കെ കയ്യിലൊക്കെ ഇവിടെ ഒരു തരം ത്വക്ക് രോഗം, ഇങ്ങനെയൊക്കെ ആ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് വരുന്നുണ്ട്. ഒരു കൊതികൾ അവസാനിപ്പിച്ചു. ഈ പദവി പഠനം കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കണ്ടുപിടിച്ച വിവരങ്ങൾ വെച്ചിട്ട് അടുത്ത 5 വർഷത്തേക്കുള്ള പ്രോജക്റ്റുകളിൽ ഏറ്റവും മുൻഗണന എന്തിനായിരിക്കും? ഏറ്റവും മുൻഗണന ഈ നമ്മളൊന്ന് കൗൺസിലിംഗ്, ഈ കൗമാരപ്രായക്കാരായ കുട്ടികൾക്കൊരു കൗൺസിലിംഗ് സെൻറ്റർ, പിന്നെ ചില രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനം, ഒരു സെല്ല് പോലെ പ്രവർത്തിക്കാൻ, അതാണ് ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ള തീരുമാനം. ഇനി മാർക്സ് അറിയാം. പ്രസാദ് സാർ. 10, 15. 15-11.
10-ൽ 8 മാർക്ക്. 10-ൽ 7. 10-ൽ 8 മാർക്ക്. ഈ പഞ്ചായത്തിന് ലഭിക്കുന്ന ആകെ മാർക്ക് 44.